إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ നണ്ടോ പിരുസത്തിര സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു റബ്ബുൽ ആലമീനെ കാത്ത് സൂക്ഷിച്ച് ധർമ്മനിഷ്ഠയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിച്ച് മുത്തഖീങ്ങളായി മുവഹിദുകളായി ജീവിച്ച് അതേ അവസ്ഥയിൽ മരിക്കണകൂ. അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയായിട്ടിക്കരുത് നാം കടന്നു പോയിക്കൊണ്ടിരിക്കരുത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇനിയുള്ള നാളുകളിൽ മുസ്ലിമീങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശവ്വാൽ, ദിൽഖഅദ്, ദിൽഹിജ്ജ ഈ 3 മാസങ്ങൾ ഹജ്ജിൻ്റെ മാസങ്ങൾ എന്നാണ് അല്ലാഹു വിശേഷിപ്പിച്ചത്. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജുണ്ട് ചൊന്നെങ്കിൽ അത് നിർണിതമായ അറിയപ്പെട്ട മാസങ്ങളായിട്ടിക്കരുത്. ശവ്വാൽ, ദിൽഖഅദ്, ദിൽഹിജ്ജ. ഈ ദിൽഖഅദ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. വളരെ
പ്രധാനമായിട്ടിക്കരെ അതിവിശിഷ്ടമായതായ ഒരു ആരാധനാ കർമ്മമാണ് ഈ ഹജ്ജ് എന്ന് ചൊല്ലുന്നത്. ഇസ്ലാമിൻ്റെ അവസാനത്തെ 5-ാമത്തെ സ്തംഭമായിട്ടാണ് ആ ഹജ്ജ് കർമ്മത്തെ കണക്കാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നമേ ഈ ഹജ്ജ് കർമ്മം ഇവിടെ നടപ്പിലുണ്ടായിരുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്കാണ് ഈ ഹജ്ജ് സമ്പ്രദായം നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മക്കയിലെ ഖുറൈശികൾ ആ ഹജ്ജ് കർമ്മം വളരെ നിർബന്ധപൂർവം ചെയ്തു വന്നിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വസംസ്കാര നായകനായിട്ടിക്കരെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോഴൻ, അള്ളാഹുവിൻ്റെ ആപ്തമിത്രൻ ഖലീലുല്ലാഹി എന്ന പേരിലറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളി കേട്ടിട്ടാണ് ലോകത്തിലെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഇങ്ങനെ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസമുള്ള ആളുകളെല്ലാം തന്നെ എത്ര ത്യാഗം സഹിച്ചായാലും എത്ര പണം ചെലവാക്കിയായാലും ആ മന്ദിരത്തിലേക്ക് എത്തുവാനായി, ആ ഭവനത്തിലേക്ക് തീർത്ഥാടനം നടത്തണകോ അങ്ങ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കഅബാലയുമായി ബന്ധപ്പെട്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ചില അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കൊണ്ടു പോകരുത്. കഅബാലയത്തിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ പടക്കര മുന്നോളൂ, സൃഷ്ടിക്കര മുന്നോളൂ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ കഅബാലയത്തെ മലക്കുകൾ പണിതിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകളാണ് ആ കഅബാലയത്തെ ആദ്യമായി പണിതത് എന്ന് ഇതിഹാസ പുടങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിക്ക് ശേഷം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രനായിട്ടിക്കരെ ഷീസ് നബി അലൈഹിസ്സലാം, ആ ഷീസ് നബി അലൈഹി ഇസ്ലാം അതിൻ്റെ പുനർനിർമ്മാണം നടത്തി. പിന്നെ കുറേ കഴിഞ്ഞ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം വരുമ്പോഴത്തും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജലപ്രളയമുണ്ടായി, തൂഫാനുണ്ടായി. ആ തൂഫാനിൽ കഅബാലയത്തേക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അങ്ങനെ ആ കഅബാലയം മണ്ണിനോട് ചേർന്ന് ആ കഅബാലയം അവിടെ നിന്ന് നാമാവശേഷമാവുകയും ചെയ്തു. പിന്നീട് നാം കാണുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടിക്കരെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്നിട്ടാണ് ചരിത്രപ്രസിദ്ധമായ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണമുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തിൻ്റെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നാം കാണിച്ചു കൊടുത്തു. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് കഅബാലയത്തിൻ്റെ മക്കാൻ, ആ കഅബാലയത്തിൻ്റെ സൈറ്റ് അത് എവിടെയാണ് ഉണ്ടായിരുന്നത്, എവിടെയാണ് പുനർനിർമ്മിക്കേണ്ടത് എന്ന് നാം അത് കാണിച്ചു കൊടുത്തു, നിശ്ചയിച്ചു കൊടുത്തു എന്ന് അല്ലാഹു തആല ചൊല്ലുറും. ആ പളക്കത്തിൽ തന്നെ കഅബാലയം മുന്നമേ ഇവിടെ ഉണ്ടായിരുന്നു, മുന്നമേ നിർമ്മിച്ചിരുന്നു എന്ന ഒരു സൂചനയും ആ പളക്കത്തിൽ നിന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കഅബാലയം നിർമ്മിക്കുമ്പോഴത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് 100 വയസ്സ് പ്രായമായിരുന്നു, തൻ്റെ പുത്രനുക്ക് 20 വയസ്സും പ്രായമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഅബ പുനർനിർമ്മിക്കര ആ സന്ദർഭത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിണ്ടതായിട്ടിക്കര ആ കല്ല് അത് ഇണ്ടും ഒരു പ്രത്യേകമായ ഗ്ലാസ്സിര ഉൾക, ഒരു പളുങ്കര ഉൾക അതിൽ സൂക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ഉൾക ആ കല്ലിര മുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിണ്ടതായിട്ടിക്കര കാലിരെ
ആ ഹെജ്ജെ അതിൻ്റെ അടയാളം അവിടെ പതിഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അതിരെ കഅബാലയത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല ചൊന്നെടുത്ത് ആ കഅബാലയത്തിന് ചുറ്റുപറ്റുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ ഉള്ള കൂട്ടത്തിൽ ഒരു ആയത്തായി, ഒരു ദൃഷ്ടാന്തമായി, ഒരു നിദർശനമായി അല്ലാഹു തആല എണ്ണിയതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാല് പതിഞ്ഞതായിട്ടിക്കരെ ആ മഖാമു ഇബ്രാഹിം ചൊല്ലതായിട്ടിക്കരെ ആ കല്ലായിട്ടിക്കർ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നീട് ആ കഅബാലയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കരെ മുന്നോളു 3 പ്രാവശ്യം ആ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം നടന്നിട്ടുണ്ട്. റസൂലുള്ള ജനിക്കരെ മുന്നോളു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന് പിന്നെയും, ജനിച്ചിട്ട് നുബുവത്ത് കിട്ടിയ മുന്നേ, റിസാലത്ത് കിട്ടിയ മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വർഷത്തിൽ ആ കഅബാലയത്തെ ഖുറൈശികൾ ചില കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പുനർനിർമ്മിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അങ്ങനെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഒരു പ്രശ്നം തന്നെ പരിഹരിച്ചത്. കാരണം പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിരുന്നില്ല, റിസാലത്ത് കിട്ടിയിരുന്നില്ല. അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദൊന്നും ചൊന്നിരുന്നില്ല. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണം, അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾ നിങ്ങൾ കൈവഴിയണമെന്നൊന്നും അന്ന് റസൂലുള്ള ചൊന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ്, അബ്ദുല്ലാഹിൻ്റെ മകൻ മുഹമ്മദ്, അവർക്ക് വലിയ കണ്ണിലുണ്ണിയായ ഒരു മാനസപുത്രനായിട്ട് ആര് മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ എന്നവർ വിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കഅബാലയം നിർമ്മിക്കുമ്പോഴത്തോ ഹജറുൽ അസ്വദിനെ ആരാണ് സ്ഥാപിക്കേണ്ടത്, ആരാണ് അവിടെ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ ഓരോ ഗോത്രക്കാർ അവർ പരസ്പരം പിണങ്ങുകയും തർക്കിക്കുകയും ചെയ്യുമ്പോൾ അത് പരിഹാരം കണ്ടെത്തണകോ അങ്ങ് തിരഞ്ഞെടുത്ത വ്യക്തിയായിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതൊക്കെ കഅബാലയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആ കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക, ഹജ്ജ് തീർത്ഥാടനം നടത്തുക എന്നത് അത് മനുഷ്യർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയായിട്ടിക്കറ്, അള്ളാഹുവോടുള്ള ഹക്കായിട്ടിക്കറ്, കർത്തവ്യമായിട്ടിക്കറ് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത്, ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത് ഓരോ മുസ്ലിമുക്കും കർത്തവ്യമുള്ള ബാധ്യതയായിട്ടിക്കറുണ്ട്. അപ്പം അതുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് അനുകൂലതയുള്ളതായ ആളുമാർ, സാമ്പത്തികമായി ശാരീരികമായി കഴിവുള്ള ആളുമാർ, അതിന് ഒരിക്കലും കഴിവുണ്ടായാൽ പിന്നെ പിന്തിക്കണു തീര, ബണ്ടവർഷമാക്കാം, നാം ഇപ്പം ചെറുപ്പമല്ലേ എന്നൊന്നും വിചാരിക്കണു തീര. എത്ര കണ്ട് ചെറുപ്പത്തിൽ തന്നെ അതിനെ നിർവഹിക്കണുകാവൂറോ, ചെറുപ്പം കൊണ്ട് ചെന്നെങ്കിൽ പ്രായപൂർത്തിയായവരെ പിന്നെ വളരെ വേഗത്തിൽ അത് നിർവഹിക്കണു വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, ഒരിക്കലും അതൊക്കെ സമയമായാൽ അതുകൊള്ള അനുകൂലത്തെ, അതുകൊള്ള കഴിവുണ്ടായാൽ പിന്നെ പിന്തിക്കരുത്. കാരണം നാളെ നിനക്ക് എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയാൻ സാധ്യമല്ലല്ലോ. എത്രയോ ആളുകളെ നമുക്ക് പിടിയുണ്ട്, ഹജ്ജിക്ക് വേണ്ടി പൈസയെല്ലാം തയ്യാർ ചെയ്ത് വെച്ച് ഉദാസീനത കാണിച്ചിട്ട് ബണ്ടവർഷമാകാം അല്ലെങ്കിൽ പിന്നത്തെ വർഷമാകാം എന്നിങ്ങനെ കാത്തിരുന്ന് അവസാനം ഹജ്ജ് ചെയ്യണക്കുള്ള തൗഫീക്കില്ലാണ്ട് മരിച്ചുപോയ എത്രയോ ആളുമാർ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പരലോകത്തേക്ക് അങ്ങനെ ഹജ്ജിക്ക് കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയങ്ങോ ഏതവസ്ഥയിലായിരിക്കും അവിടെ എത്തുക നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്ലേ, ഉമർ റളിയല്ലാഹു തആല അൻഹു ചൊന്നില്ലേ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിക്കലാണ് അതിനേക്കാളും ഉത്തമം.
അപ്പോൾ അതുകൊണ്ട് ഇത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പിന്നെ ചൊല്ലുന്ന വാക്കെന്തിരെ, ഒമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആര് നിഷേധിച്ചാൽ, നോക്കണം, ഹജ്ജിനെ പറ്റി ചൊന്നതിൻ്റെ ഉടനെ അല്ലാഹു തആല ചൊല്ലുന്നത് ഒമൻ കഫറ. ചെന്നെങ്കിൽ ഹജ്ജ് ചെയ്യണ അനുകൂലത ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ ഒരു മനുഷ്യൻ ഉദാസീനത കാണിച്ചാൽ, കഫറ, അവൻ നിരാകരിച്ചാൽ, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചാൽ, അള്ളാഹു നൽകിയതായിരിക്കുന്ന പണം, ആ സമ്പത്ത്, അത് അള്ളാഹുവോടുള്ള കടപ്പാടായിട്ടിക്കരെ, കർത്തവ്യമായിട്ടിക്കരെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിൽ നിന്നിട്ട് അവൻ പിന്തിരിഞ്ഞാൽ, കൃതജ്ഞത കാണിച്ചാൽ എന്ന് അല്ലാഹു തആല അവിടെ ചൊല്ലും. ഇത്ര ഗൗരവമുള്ള കാര്യമായിട്ട് കയറും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രായപൂർത്തിയെത്തിയ മുസ്ലിമായ സ്വബോധമുള്ള എല്ലാവർക്കും അവർക്ക് അതിനുള്ള കഴിവുള്ളതായിട്ട് ആളുമാർക്ക് അത് നിർബന്ധമായിട്ട് കയറിയുണ്ട്. പ്രായപൂർത്തി ആകാത്ത മക്കളോ, പ്രായപൂർത്തി ആകാത്തവർ ഹജ്ജ് നിർവഹിച്ചാൽ അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല. എന്നാൽ അങ്ങ് ഹജ്ജ് നിർവഹിച്ചാൽ അവർ ഹജ്ജ് അത് സുന്നത്തായ ഹജ്ജായി പരിഗണിക്കും. പ്രായപൂർത്തിയാകരെ മുന്നോളു ഹജ്ജ് കർമ്മം നിർവഹിക്കൽ നിർബന്ധമില്ല. ഇനി അങ്ങനെ അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അത് അല്ലാഹു തആല സ്വീകരിക്കും, അത് സ്വഹീഹാണ്, സ്വീകാര്യമാണ്. പക്ഷേ അത് സുന്നത്തായ ഹജ്ജായിട്ടാണ് പരിഗണിക്കുന്നത്. ഇസ്ലാമിലെ ഹജ്ജായി അതിനെ പരിഗണിക്കുന്നില്ല. പിന്നെ അങ്ങ് പ്രായപൂർത്തിയായ പിന്നെ നിർബന്ധമായ ഹജ്ജ് അങ്ങ് വേറെ നിർവഹിക്കണം. ആര്? പ്രായപൂർത്തിയാകാത്തതായിരിക്കുന്ന മക്കൾ അവർ മുന്നേ ഹജ്ജ് ചെയ്താൽ അത് പിന്നീട് അവർ പ്രായപൂർത്തിയായതിൻ്റെ ശേഷം അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. പിന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മനിസ്തതഅ ഇലൈഹി സബീല, അതൊക്കെ കഴിവുള്ളവർക്ക് മാത്രമാണ് ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് മനിസ്തതഅ ഇലൈഹി സബീല, അതൊക്കെ കഴിവുള്ളവരും ചൊന്നെങ്കിൽ സാമ്പത്തികമായ നിലക്ക്, ശാരീരികമായ നിലക്ക്, ഫൈനാൻഷ്യലായിട്ടും ഫിസിക്കലായും മെൻ്റലായും എല്ലാം തന്നെ കഴിവുള്ളതായിട്ട് ആളുമാർ. ഇനി ഒരാൾക്ക് സാമ്പത്തികമായ നിലക്ക് കഴിവുണ്ട്, സാമ്പത്തികമായ നല്ല സമ്പത്തുണ്ട്, പക്ഷേ ശാരീരികമായിട്ട് അങ്ങക്ക് കഴിയുന്നില്ല എങ്കിൽ, ശാരീരികമായി അങ്ങക്ക് കഴിയുന്നില്ല, സമ്പത്തെല്ലാം ഉണ്ട്. ഉദാഹരണത്തിന് വൃദ്ധാപ്യയുടെ അവസ്ഥയിലേക്ക് എത്തിയങ്ങോ, വാർദ്ധക്യത്തിൻ്റെ വല്ലാത്ത അവശത പോകാൻ സാധിക്കൂല അങ്ങക്കോ. അതേപോലെ തന്നെ ചില ആളുമാർക്ക് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണ്, പക്ഷെ അത് സുഖമായിട്ടൊരിക്കലും പ്രതീക്ഷ ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതേ അവസരത്തിൽ അങ്ങനെ അടുത്ത് സാമ്പത്തികമായി ഫൈനാൻഷ്യലായിട്ട് അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? പകരം വേറെ ഒരാളെ ഏൽപ്പിച്ച് ഹജ്ജ് ചെയ്യിപ്പാട്ടണം. അത് നിർബന്ധമാണ്. വേറെ ഒരാളെ കൊണ്ട് അവർ ആ ഹജ്ജ് കർമ്മം നിർവഹിപ്പിക്കണം. അതും ആ പകരം നിർവഹിക്കുന്ന ആള് അയാളുടെ ഹജ്ജ് നിർവഹിച്ച ആളായിരിക്കണം. അയാളുടെ സ്വന്തം ഇസ്ലാമിലെ ഹജ്ജ്, ഫർളായ ഹജ്ജ് നിർവഹിച്ചതായിട്ടിക്കരെ ആളെയായിട്ടിക്കണം അതിന് വേണ്ടി ഏൽപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി സാമ്പത്തികമായ നിലക്ക് കഴിവുണ്ട് ചൊന്നെങ്കിൽ, എന്തിരെ സാമ്പത്തികമായ നിലക്കുള്ള കഴിവുണ്ട് ചൊന്നെങ്കിൽ അയാൾക്ക് അള്ളാഹുവോടുള്ള അതേപോലെ തന്നെ പടപ്പുകളോടുള്ളതായിട്ടിക്കരെ ബാധ്യതയെല്ലാം നിറവേറ്റിയതിരെ പിന്നെ അയാൾക്ക് ഫിനാൻഷ്യലായിട്ടുള്ള കഴിവുണ്ടോണ്ട് നോക്കണം. അതാണ് ചെന്നെങ്കിൽ അള്ളാഹുവോടുള്ള പടച്ചവനോടുള്ളതായിട്ടിക്കരെ ബാധ്യത ആയിട്ട് ചൊന്നെങ്കിൽ സക്കാത്ത് അയാൾ കൊടുത്തു വിട്ടിട്ടില്ല. സക്കാത്ത് കൊടുത്തു വിട്ടാതെ അയാൾ ഹജ്ജിന് പോയാൽ ശരിയാവില്ല. കാരണം സക്കാത്ത് എന്ന് ചെന്നെങ്കിൽ ഈ ഹജ്ജിനേക്കാളും മുമ്പ് ഇസ്ലാമിൽ എണ്ണപ്പെട്ടതായിട്ടിക്കരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ സ്തംഭമാണ്. അപ്പം അതുകൊണ്ട് അയാൾ സക്കാത്ത് വീട്ടിയതിരെ പിന്നെ സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ അയാൾ പോകണം. സാമ്പത്തികമായ കഴിവില്ലെങ്കിലോ പിന്നെ അയാൾ പോകേണ്ടതില്ല, കഴിവില്ലെങ്കിൽ. അതേപോലെ തന്നെ പടപ്പുകളോടുള്ള ബാധ്യത ആയിട്ട് ചൊന്നെങ്കിരെ കടം വീട്ടാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട്. ആ കടം വീട്ടാതെ അയാൾ ഹജ്ജിക്ക് പോകണമെങ്കിൽ തീരാം. ആ കടം വീട്ടിയതിന് ശേഷം അയാൾക്ക് സാമ്പത്തികമായ കഴിവ്, ഹജ്ജ് എല്ലാം ചെയ്ത് മടങ്ങി വരണുള്ള ആ കഴിവ്, ആ അനുകൂലത അയാൾക്കുണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് നിർബന്ധമാകുന്നത്. ഇനി ഒരു ഓപ്ഷൻ ഉള്ളത്, കടമുള്ളതായ ആളുകൾ അയാൾക്ക് കാലാവകാശം കൊടുക്കൂ.
പ്രശ്നമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് തന്നാലും പ്രശ്നമല്ല, നീ ഹജ്ജിക്കെല്ലാം പോയി വന്നതിന് പിന്നെ നിൻ്റെ കടം വീട്ടിയാൽ മതി എന്നയാൾക്ക് അതുള്ള കാലാവകാശം കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താക്കാം, ആ സാമ്പത്തികമായ ആ കഴിവുള്ളതോടു കൂടി അയാൾക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാം. അതേ അവസരത്തിൽ അയാൾക്ക് അടിസ്ഥാനപരമായിട്ടിക്കരെ അയാൾ അകമോ അല്ലെങ്കിൽ വാഹനമോ ഒക്കെ വിറ്റിട്ട് പിന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് ഒരിക്കലും നിർബന്ധമാകുന്നില്ല. ചില ആൾമാരൊക്കെ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ട്, അക വിറ്റിട്ടാണെങ്കിലും അല്ലെങ്കിൽ വാഹനം വിറ്റിട്ടാണെങ്കിലും ഹജ്ജ് ചെയ്യണം. ഇല്ല, അങ്ങനെ ഇസ്ലാമിൽ നിർബന്ധമില്ല. അതാണ് അല്ലാഹു തആല മനിസ്തതാഅ ഇലൈഹി സബീല, മനിസ്തതാഅ ഇലൈഹി സബീല, അതിക്ക് സാമ്പത്തികമായിട്ടുള്ള കഴിവുള്ളതായിട്ടുള്ള ആൾമാർക്ക് മാത്രമാണ്. ഇനി ആ സാമ്പത്തികം കൊണ്ട് ചെന്നെങ്കിൽ അയാൾ ഹജ്ജ് കർമ്മമെല്ലാം നിർവഹിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം അയാൾ ദരിദ്രത്തിലായി പോകും, കാശെല്ലാം തീർന്നു പോകും, പിന്നെ അയാൾക്ക് ജീവിക്കണമെങ്കിൽ പ്രയാസമായി പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിലോ അപ്പോഴും അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. പിടിയത്തില്ലേ? അപ്പോൾ അയാൾ സാമ്പത്തികമായ കഴിവിട്ട് അനുകൂലത്തിണ്ട് ചെന്നെങ്കിൽ ഹജ്ജെല്ലാം കർമ്മം നിർവഹിച്ച് രണ്ടാമത് അയാൾ നാട്ടിലേക്ക് എത്തിയതിന് ശേഷവും അയാളെ പെഞ്ഞായി മക്കളെ പട്ടിണിക്കിടുന്ന ഒരവസ്ഥയാണ് വന്നു പോകരുതെങ്കിൽ അയാൾക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമില്ല. ഇത് ആണായാലും പെണ്ണായാലും ഇതാണ് സ്ഥിതി. സ്ത്രീയാണെങ്കിൽ അവിടെ അവളുടെ ഒട്ടിക അവൾ ഹജ്ജ് ചെയ്യണമെങ്കിൽ മഹ്റം ഉണ്ടായിരിക്കണം, മഹ്റം അവളുടെ കൂടെ ഉണ്ടാകണം. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട വിഷയമായിട്ടിക്കറ്. മഹ്റം കൊണ്ട് ചൊന്നെങ്കിൽ എന്തിരെ, ഒന്നുകിൽ അവളുടെ ആ ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ അവളുടെ സ്വന്തം ഹസ്ബൻഡ്, അവളുടെ ഭർത്താവ് അവളുടെ ഒട്ടിക ഉണ്ടാകണം. ഇനി ഭർത്താവില്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായിട്ടിക്കരെ ആളുകൾ അവളെ ഒട്ടിക ഉണ്ടാകണം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുണ്ട് ചെന്നെങ്കിലോ സ്വന്തം അബ്ബ അല്ലെങ്കിൽ സ്വന്തം മകൻ അല്ലെങ്കിൽ അവളുടെ ബ്രദേഴ്സ് ഇളയണോ മൂത്തണോ, അല്ലെങ്കിൽ അബ്ബാരെ ഇളയണോ മൂത്തണോ, ഉമ്മാരെ ഇളയണോ മൂത്തണോ, സ്വന്തം മോളുന്നെങ്കിൽ ആ മോളുടെ മാപ്പിളയെന്നെങ്കിൽ മോളുടെ ഭർത്താവ്, തൻ്റെ ഇളയോ മൂത്തോൻ്റെ മക്കൾ, പിടിയത്തില്ല. ഇതൊക്കെ ഈ മഹ്റമിൽ പെടുന്ന കാര്യമാണ്. ചെന്നെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുമാർ അവളൊട്ടിക ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അവൾക്ക്, ഒരു സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്. അല്ലെങ്കിൽ അവൾക്ക് ഹജ്ജിൻ്റെ ബാധ്യതയിൽ നിന്നിട്ട് ഒഴിവാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായിട്ട് പിടിയാക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊള്ള അനുകൂലതയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്ക് എത്രയും വേഗത്തിൽ ആ മഹത്തായ ഹജ്ജ് ഉംറയും നിർവഹിക്കുന്ന തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവർക്കും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഈ ഹജ്ജ് കർമ്മവും ഉംറ കർമ്മവും മഖബൂലും മബ്റൂറുമായ നിലക്ക് നിർവഹിച്ച് മടങ്ങി വരണു അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅഹ്ലി ബൈത്തിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്നെല്ലാവരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ കാര്യങ്ങളായിട്ട് ഇവിടെ നാം വിശദീകരിച്ചത്. ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ഹജ്ജിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ത്രീ പുരുഷ സമ്പർക്കം ഉണ്ടാവണ തീരാ.
ദുഷിച്ച പ്രവൃത്തികളുണ്ടാ, ദുർവൃത്തികളുണ്ടാവണ കുത്തീറ, തർക്കങ്ങളുണ്ടാവണ കുത്തീറ. ഇതെല്ലാം ഹജ്ജിനെ ഫസാദാക്കി കളയുന്ന കാര്യമാണ്. സ്ത്രീ പുരുഷ സംസർഗം കൊണ്ട് ചെന്നെങ്കിൽ ലൈംഗികമായ ബന്ധങ്ങൾ മാത്രമല്ല, ലൈംഗികമായ ബന്ധത്തിന് പ്രചോദനമുണ്ടാക്കിയ പളക്ക പോലും, ലൈംഗികമായ ബന്ധത്തിന് പ്രചോദനമുണ്ടാക്കിയ പ്രവൃത്തികൾ പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പം നാം മനസ്സിലാക്കേണ്ടത് പത്നിമാരുള്ളങ്ങോ, പത്നിമാർ ഒട്ടിക്ക് ഹജ്ജ് കൊണ്ടെങ്കിൽ പത്നിമാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം. ചില ആളെല്ലാം വിചാരിക്കരുത് ഹജ്ജ് കഴിഞ്ഞിട്ട് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പത്നിമാരുമായുള്ള ബന്ധം തീരെ പാടില്ല എന്നിട്ടാന്ന് അങ്ങനെ ചില ആളുകളൊക്കെ ധരിച്ചു വെക്കാറ്. അങ്ങനെയില്ല, പിടിയത്തില്ലേ. ഹജ്ജിഗോ ഉംറകോ പ്രവേശിച്ച് അത് കളയുന്നത് വരെ അതിൻ്റെ ഇടയിൽ മാത്രമാണ്. ഇപ്പോൾ ഒരാൾ ഉംറയിലേക്ക് ഹജ്ജ് ഉംറയൊക്കെ ചെന്ന് പുറപ്പെട്ടു, ഇനി മക്കയിലേക്ക് തന്നെ എത്തിയിട്ട് വിചാരിക്കറു ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന മുന്നോളൂ, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന മുന്നോളൂ, മക്കയിലേക്ക് എത്തുന്നതിന് മുന്നോളോ അല്ലെങ്കിൽ മക്കയിലേക്ക് എത്തി അവിടെ ഉംറ കർമ്മമെല്ലാം നിർവഹിച്ച് അയാൾ സാധാരണയായി ജീവിക്കുമ്പോഴത്തും മനസ്സിലാക്കണം, അവിടെ പത്നിമാരുമായി ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിരോധമില്ല. പിടിയത്തില്ലേ. ഉംറ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന മുന്നോളൂ, അതേപോലെ നിർവഹിച്ച് കഴിഞ്ഞതിന് പിന്നെ ഇത് ഹറാമാകരുത്, ഇപ്പോൾ നിഷിദ്ധമാകരുത്. ഇപ്പോൾ ഒരാൾ ഉംറയിലേക്കോ ഹജ്ജിലേക്കോ പ്രവേശിച്ചു കഴിഞ്ഞു, ഈ ഹറാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, പിന്നെ പാടില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചെന്നെങ്കിൽ ഹജ്ജുകളിലെ ഹറാമിലേക്ക് പ്രവേശിക്കരുത്. ദുൽഹിജ്ജ 8 പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിലെ കർമ്മം തീരുന്നത് വരെ, അയ്യാമു തശ്രീക്കിൽ ആ കല്ലേറ് കളയുന്നത് വരെ പത്നിയുമായി ബന്ധപ്പെടാൻ പാടില്ല. അതിന് പിന്നെയോ പത്നിയുണ്ടെങ്കിൽ അവരെ കൊണ്ട് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് വിരോധമുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ 8 മുന്നോളൂ അയാൾ സാധാരണ നിലക്ക് ഉംറെല്ലാം കളഞ്ഞിട്ട് അയാൾ സാധാരണ നിലക്ക് അയാൾ ജീവിച്ചുകൊണ്ടുണ്ട്. സാധാരണ അയാളുടെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇഹ്റാമിന് വസ്ത്രമെല്ലാം മാറ്റി ഡ്രസ്സെല്ലാം ധരിച്ച് അവിടെ മക്കയിൽ തന്നെ ആണ്ട് വിചാരിക്കോറു. ആ സമയത്ത് അയാൾക്ക് പത്നിമാരുമായി ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിരോധമില്ല, അത് ഹറാമല്ല. പിടിയത്തില്ലേ. ഹജ്ജിലേക്കോ ഉംറയിലേക്കോ പ്രവേശിച്ച് കഴിഞ്ഞാൽ, ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് അത് തീരുന്നത് വരെ അതിൻ്റെ ഇടയിൽ പാടില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലെ ഓരോ നിയമാവലികൾ നല്ല പോലെ പഠിക്കണക്കും മനസ്സിലാക്കണക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉണ്ട് നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം, പ്രത്യേകമായിട്ട് ഉണർത്തരെ. അതേപോലെ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഇവിടെ കുദ്രോളിയിൽ യവൺ ബാഗരടുത്ത് ഒരു പരിപാടിയുണ്ട്, ഒരു ധാർമ്മിക സമാവേശം ലേൺ ദ ഖുർആൻ്റെ ഭാഗമായിട്ട്. കഴിയുന്നത്ര ആൾ എല്ലാവരും നിങ്ങൾ പങ്കെടുപ്പിക്കണക്ക് വേണ്ടി ശ്രമിക്കണം. ഓരോരുത്തരും പരസ്പരം എല്ലാവരും അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ പരിപാടികളും പൂർണ്ണമായ വിജയത്തിലെത്തിച്ചു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലും ലോകത്തും പൂർണ്ണമായ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഫിത്ന ഫസാദുകളിൽ നിന്നും, ഫിത്ന ഫസാദും ഷർറുകളും പ്രചരിപ്പിക്കുന്നവരിൽ നിന്നിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരിൽ നിന്നും അല്ലാഹു തആല നമ്മയും നമ്മുടെ നാട്ടിനെയും നമ്മുടെ രാജ്യത്തെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.